ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ട്രിപ്പ് വന്നിട്ട് 4ാമത്തെ ദിവസമായേക്കാണ്. ഞാൻ എണീറ്റപ്പോൾ കണ്ട മോർണിംഗ് വ്യൂ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഫിലിം സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ അത്രയും തിരക്ക് പിടിച്ചൊന്നും പോകേണ്ടി വന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇറങ്ങാണ്. ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന സമയത്ത് ആർക്കും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉറക്കം മാറ്റാനായിട്ട് കുറേ പാട്ടും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും എണീപ്പിച്ച് ഞങ്ങളുടെ ലാസ്റ്റ് രാമോജി ഫിലിം സിറ്റിയിലോട്ട് എത്തിയേക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ അതിന് കുറേ വണ്ടികളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിൽ ഞങ്ങൾ കയറി. പിന്നെ അവർ നമുക്ക് ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് നമുക്ക് കാട്ടിത്തരും. എന്നിട്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തരും. അത് ഏത് ഫിലിമാണ് അവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് അതൊക്കെ അവർ പറഞ്ഞു തരും. ഇത് കണ്ടപ്പോൾ കുറേയൊക്കെ സ്ഥലങ്ങൾ പരിചയമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളൊരു സ്ഥലത്തോട്ട് അവർ ഇറക്കി. അവിടെ മെയിനായിട്ടും പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അവിടേക്ക് പക്ഷെ ഞങ്ങളിപ്പോൾ കയറിയില്ല. ഞങ്ങൾ നൈറ്റാണ് അവിടെ കയറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ഒരു വണ്ടിയിൽ കയറി. നമുക്ക് എപ്പോഴും വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഓൾറെഡി അവിടെ വണ്ടികളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ കയറാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം, അങ്ങനെയാണ്. പിന്നെ ഓരോ വണ്ടിയിലും ഓരോ ഗൈഡ് ഉണ്ട്. അവർ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ പറഞ്ഞു തരും ഏതൊക്കെ ഫിലിംസാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. And following left side, look at your left side. आप left से देखिए. Round garden, करिश्मा गार्डन. गार्डन का नाम करिश्मा गार्डन. गार्डन का स्पेशलिटी शूटिंग समय में हीरोइन जिसी कलर का साड़ी पहने तो उसी कलर का फ्लावर डेकोरेट करेगा गार्डन के अंदर. In shooting time, heroine wears which type of color saree? Golden Temple, white paint इससे गुरुद्वारा का, gold paint इससे अमृतसर गोल्डन टेम्पल का चुटसारो. हिंदी मूवी अपने बना दी जोड़ी, बोले बोले गाना यहाँ पर शूट हुआ. तो look at your right side, green color building, गंगूबाई काठियावाड़ी मूवी. Shot here and look at your left side. Look at your left side, मस्जिद. Green paint डालने तो मस्जिद, white paint डालने तो ताजमहल. And left side corner, Gateway of India, Mumbai. Gateway of India, Mumbai. Agra to Mumbai. First house Tollywood movie Attar Intiki Daridi Sunanda house. Second house Dilwale movie Kajal Balgeri house. Third house Jay Ho movie Salman Khan house. അങ്ങനെ ഞങ്ങൾ കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു. കുറേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുന്ന കാരണം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മഹാഭാരതം സീരിയലൊക്കെ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ ഞങ്ങൾക്ക് കാട്ടി തന്നു. അതിനുശേഷം നമ്മൾ മിക്ക സിനിമകളിലും കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി റീൽസൊക്കെ എടുക്കാൻ. റീൽസൊക്കെ എടുത്തു കേട്ടോ. ഞാനിത് യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ മെയിൻ സ്ഥലം ബാഹുബലി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. എനിക്ക് ഇങ്ങനെ ഫിലിം സിറ്റി എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഈ ബാഹുബലി ഫിലിമാണ്. അപ്പോൾ അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒക്കെ ഫുൾ ആ ബാഹുബലി ഫിലിമിലെ സോങ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഈ ഫോറിൻ കൺട്രീസ് പോലെ തോന്നിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രാജ്യത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ നമുക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഫിലിമിൽ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞങ്ങൾ കണ്ടു. ഇപ്പോൾ ഇതിലെ മൂവ്മെൻ്റ് അനുസരിച്ച് ആനിമേഷൻസിലെ മൂവ്മെൻറ്റ് കാണിക്കും. പിന്നെ ഞങ്ങൾ പോയത് ഫ്ലൈറ്റിലോട്ടാണ്. മിക്ക സിനിമകളിലും ഫ്ലൈറ്റിലേക്ക് സീൻസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് പിന്നെ ഞങ്ങൾ കണ്ടത്.
ഇത് ഏത് സ്ഥലം എന്ന് പറഞ്ഞ ഹവാമംഗലം. സത്യം പറയാലോ എനിക്ക് സ്ഥലത്തിൻ്റെ പേര് മനസ്സിലായില്ല. ഹവാമംഗലം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തിരിയുമ്പോൾ ജപ്പാനാണ് പിന്നെ കാണുന്നത്. ജപ്പാനിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജപ്പാനിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു ഏരിയയിൽ കണ്ടത്. ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മെയിൻ എടുത്ത് പറയേണ്ട കാര്യം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ബാഹുബലി ലൊക്കേഷൻ അതൊക്കെ കാണുന്ന ടൈമിൽ നല്ലപോലെ വെയിലുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നപ്പോൾ വെയിലൊക്കെ കുറഞ്ഞ കാരണം ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നന്നായിട്ട് പറ്റി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം അത്രയും മാത്രം കാണാനുണ്ട്. ഞങ്ങൾ ഒരു ഫുൾ ഡേ ഇവിടെ കണ്ടെങ്കിലും ശരിക്കും കണ്ടു തീർന്നിട്ടില്ല ഇപ്പോഴും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവിടെ മെയിനായിട്ടും എങ്ങനെയാണ് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത്, അതിൽ ട്രിക്സ് കാര്യങ്ങൾ അതിനൊക്കെ പറ്റിയിട്ട് കൂടുതലും അവർ കാണിച്ചു തന്നു. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരിക്കുന്നതിൽ 3 പേര് അവർ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. അങ്ങനെ ആദ്യം ഇവർ സെറ്റിൽ ഷൂട്ട് ചെയ്യണ പോലെ ചെയ്തു. അപ്പോൾ ഇതിൽ ബൈക്ക് ഓടിക്കുന്ന സീനാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ഇവർക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഇവരുടെ ആക്ടിങ് എന്ന് പറയുന്നത് ബൈക്ക് ഓടിക്കലാണ്. അങ്ങനെ ഇത് ഗ്രീൻ സ്ക്രീൻ വഴി കമ്പ്യൂട്ടറിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയെല്ലാ വീഡിയോസും അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുഖം കാണിക്കുന്ന ഭാഗം മാത്രമാണ് ഈ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാണിക്കുന്നത്. അങ്ങനെ അവരൊരു ചെറിയൊരു ഫിലിം ഉണ്ടാക്കി അത് പ്ലേ ചെയ്ത് കാണിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കുറേ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇടാം. കാരണം കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റോളം കാണാനുള്ളതുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടതൊരു ഷോയാണ്. അത് ഞാൻ യൂട്യൂബിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. ഓക്കെ. പിന്നെ ഞങ്ങൾ കണ്ടത് സ്റ്റണ്ട് ഷോയാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം ഭയങ്കര പെട്ടെന്നായിരുന്നു പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് പാർക്കിലൊക്കെ കയറി. കുറച്ച് പേരാണെങ്കിൽ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഫിലിം സിറ്റിയോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവിടുത്തെ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു ഉള്ളിൽ. കാരണം നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയേക്കാണ്. പിന്നെ ദിവസമാണെങ്കിൽ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം. പക്ഷേ ട്രിപ്പ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിലും പതുക്കെ വീട്ടിലേക്ക് പോയാൽ മതിയെന്നായി. പതുക്കെ ട്രിപ്പ് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവിടെ കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി തീർന്നിട്ടില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് ഫിലിം കാണാനാണ്. ഞങ്ങൾ ജോക്കർ ഫിലിം കാണാനാണ് പോയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം റിലീസ് ചെയ്ത ആ ദിവസം തന്നെ ഫസ്റ്റ് ഷോക്കാണ് ഞങ്ങൾ പോയത് കാണാൻ. അപ്പോൾ നമ്മുടെ ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലെക്സിലാണ് കാണാൻ പോയത്. ഇവിടുത്തെ സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ IMAX സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫിലിം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫിലിം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യെ ഉറങ്ങി തുടങ്ങി. കാരണം 11:30 ഈ ഷോ ആയിരുന്നേ. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ആളായി കാരണം എനിക്ക് നല്ല ഉറക്കം വന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലോട്ട് എത്തി.
ഏകദേശം ഒരു 2:30-2:45 ആയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാളുടെ ജന്മദിനമാണ്. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അവൾക്കാണെങ്കിൽ ഇതൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹൈദരാബാദിലെ വിശേഷങ്ങൾ. നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.